ഹായ് ഫ്രണ്ട്സ്, ഇന്ന് വ്ലോഗ് 4 ഇന്ന് ഞാൻ നിങ്ങൾക്കെല്ലാം പ്രസന്റ് ചെയ്യാൻ പോകുന്ന ഡിഷിന്റെ പേര് പ്ലെയിൻ സൽന. ഇതൊരു തമിലിയൻ കർണാടക യൂഷ്വലി ഉണ്ടാക്കുന്ന ഒരു റെസിപ്പിയാ. ഇറ്റ്സ് വെരി സിമ്പിൾ, വെരി നൈസ്. വലിയ ഒന്നും ഐറ്റംസ് വേണ്ട, വെജിറ്റബിൾസ് വേണ്ട, നോൺ വെജ് വേണ്ട, ഒന്നും വേണ്ട. പക്ഷെ ഇത് ചപ്പാത്തിയുടെ കൂടെ അല്ലെങ്കിൽ പൊറോട്ട കൂടെ, ഇഡ്ലി കൂടെ അല്ലെങ്കിൽ അപ്പത്തിന്റെ കൂടെ എന്ത് വേണമെങ്കിലും ഒരു കോമ്പിനേഷൻ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഡിഷാ. വെരി സിമ്പിൾ. ആകെ നമ്മുടെ വീട്ടിലുള്ള ഉള്ളി, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി പിന്നെ സ്പൈസസ് വെച്ച് മാത്രം ഉണ്ടാക്കുന്ന ഒരു ഡിഷാ. ഇത് നിങ്ങളുടെ മുമ്പിൽ ഞാൻ പ്രസന്റ് ചെയ്യുന്ന എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു ഡിഷാ. ഹോപ്പ് യു ഓൾ ട്രൈ ദിസ് ഡിഷ് ആൻഡ് ഐ ഹോപ്പ് ഓൾ ആർ സേഫ്. ഈ കോവിഡ് ടൈം എല്ലാവരും സേഫ് ആണെന്ന് ഞാൻ വിചാരിക്കുന്നു. ടേക്ക് കെയർ. താങ്ക് യു. ഹലോ ഫ്രണ്ട്സ്, പ്ലെയിൻ സൽന ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നതിന് ആദ്യത്തെ ഞാനിപ്പം ഇതൊരു ലാസ്റ്റ് പ്രൊസീജിയറാണ്. പക്ഷെ നമ്മൾ ഇത് അരച്ചു വെക്കണം. പിന്നെ നമുക്ക് അടുത്ത പ്രോസസ്സിലോട്ട് ഞാൻ കാണിക്കാം. ഇത് അരച്ചു വെക്കുന്നത് നമുക്ക് വേണ്ട സാധനങ്ങൾ തേങ്ങ, ഒരു കൈപ്പിടി ഇത്രയേ ഉള്ള ഒരു തേങ്ങ ഞാൻ എടുത്തിട്ടുണ്ട്. അത് മിക്സിക്കകത്തോട്ട് നമ്മൾ ഇടുക. ഞാൻ ജസ്റ്റ് കാണിക്കുമോ നിങ്ങളെ എന്തൊക്കെ ഇട്ട് അരയ്ക്കേണ്ടത്. പിന്നെ വേണ്ടത് പൊട്ടുകടലയും കപ്പലണ്ടി. പൊട്ടുകടലയും കപ്പലണ്ടി നമുക്ക് ആവശ്യമുണ്ട്. അത് രണ്ടും കൂടെ നമുക്ക് മിക്സ് ചെയ്യാം. ഈ പൊട്ടുകടലയും കപ്പലണ്ടി ഇല്ലാത്തവർക്ക് കാഷ്യൂനട്ട് ആയാലും ഓപ്ഷനായിട്ട് യൂസ് ചെയ്യാം. പക്ഷെ പൊട്ടുകടലയും കപ്പലണ്ടിയാ ഈ പ്ലെയിൻ സൽനയ്ക്ക് യൂസ് ചെയ്യുന്നത്. പിന്നെ ഞാനൊരു ഗ്രാമ്പൂ, ഒരു പട്ട, ഇത് രണ്ടും ഇടുക. പിന്നെ നമുക്ക് വേണ്ടത് പെരുംജീരകം. ചെറിയ ജീരകം അല്ല, ഇതിപ്പോ നമ്മൾ യൂസ് ചെയ്യുന്നത് ഫെനുഗ്രീക്ക പെരുംജീരകം. സോ ഇതെല്ലാം കൂടെ എടുത്തിട്ട് നമുക്കൊരു പേസ്റ്റ് ആയിട്ട് നമ്മൾ എടുക്കണം. ഇത് പക്ഷെ ലാസ്റ്റ് നമ്മൾ ഈ സൽനയിൽ ഇടേണ്ടത്. ഇത് പക്ഷെ നമ്മൾ അരച്ച് മാറ്റി വെക്കുക. ഇപ്പൊ നമ്മൾ അരച്ച് വെച്ചേക്കുന്നത് തേങ്ങ, ഒരു പട്ട, ഒരു ഗ്രാമ്പൂ പീസ് ഇട്ടിട്ടുണ്ട്. പിന്നെ ഞാൻ ഇട്ടത് പെരിഞ്ജീരകം, പിന്നെ തേങ്ങ ഒരു പിടി. ഇതെല്ലാം കൂടെ അരച്ച് പിന്നെ പൊട്ടുകടലയും കപ്പലണ്ടി. പൊട്ടുകടലയും കപ്പലണ്ടി ഇല്ലെങ്കിൽ നമുക്ക് കാഷ്യൂനട്ട് ഒരു ഓപ്ഷൻ ഉണ്ട്. ഇത് അരച്ച് വെച്ച പേസ്റ്റ് അത് നമുക്ക് ലാസ്റ്റിൽ ഇനി യൂസ് ചെയ്താൽ മതി. ഇപ്പം സൽനയ്ക്ക് അടുത്ത പ്രോസസ്സ്, നമ്മൾ പ്ലെയിൻ സൽന യൂസ് ചെയ്യുന്ന അടുത്ത പ്രോസസ്സ് നമ്മൾ ചെയ്യുമ്പോൾ ഇതിന്മേ ഇനിയിപ്പം അവസാനത്തേക്കുള്ള പ്രോസസ്സ് ചെയ്തത് മാറ്റി വെക്കാം. സോ സൽന ഉണ്ടാക്കാൻ വേണ്ടി അടുത്ത പ്രോസസ്സ് ഞാനിപ്പോൾ എടുത്തേക്കുന്ന ഒരു കടായി എടുത്തിട്ടുണ്ട്. 3 ടേബിൾ സ്പൂൺ ഞാൻ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. റീസൺ എന്താണെന്ന് 3 ടേബിൾ സ്പൂൺ എണ്ണയെങ്കിലും വേണം. ബിക്കോസ് ഇതിന്റെ ഒരു മെയിൻ ഇൻഗ്രീഡിയന്റ് ആകെ എണ്ണയും ഉള്ളിയും തക്കാളിയൊക്കെ ഉള്ളൂ. സോ എണ്ണ ഇട്ടു, അതെല്ലാം വൈറ്റിയൊക്കെ വരണം. സോ അതുകൊണ്ട് ഒരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഞാൻ യൂസ് ചെയ്തിട്ടില്ല. ബിക്കോസ് ഇതൊരു തമിഴ്നാടു ഒരു കർണാടക സ്റ്റൈലിലൊരു ഡിഷാ. അവര് വെളിച്ചെണ്ണ കുറവാണ് യൂസ് ചെയ്യുന്നത്, കോക്കനട്ട് ഓയിൽ. സോ അതിനുവേണ്ടി ഞാൻ യൂസ് ചെയ്തേക്ക് സൺഫ്ലവർ ഓയിലാണ് 3 ടേബിൾ സ്പൂൺ ഇട്ടേക്കുന്നത്. അതിനകത്തോട്ട് ഞാനിപ്പോ ഇടാൻ പോകുന്നത് 2 ബേ ലീഫ് ഇടുക. ചൂടായി കഴിഞ്ഞ ഉടനെ ബേ ലീഫ് ഇടുക. പിന്നെ ഒരു 4 കഷ്ണം പട്ട, ഒരു 4 ഗ്രാമ്പൂ, ഏലക്ക ഒരു 3 പീസ്. ഇതിന്റെ പേരാ കൽപ്പാസി എന്ന് പറയും. ഇത് നാട്ടിലൊക്കെ ഈ തമിഴ് ഡിഷിലും ഗരം മസാലയിൽ നമ്മൾ യൂഷ്വലി കുറവാണ് ഇത് യൂസ് ചെയ്യുന്നത്. കൽപ്പാസി എന്ന് പറയും ഇതിന്. ഇത് 2 എണ്ണം ഇടണം കൽപ്പാസി. കൽപ്പാസി ഇല്ലാത്തവർക്ക് വേറെ ഒരു ഓപ്ഷന് എല്ലാവരുടെ വീട്ടിലും ഉള്ളതായിരിക്കും ഈ സ്റ്റാർ. ഇപ്പൊ ഞാൻ ഈ സ്റ്റാർ ഇടുന്നില്ല, ഇതിന്റെ പേര് എനിക്ക് എന്താണെന്ന് ശരിക്കും അറിയത്തില്ല. പക്ഷെ എല്ലാവർക്കും കാണാം ഈ ഗരം മസാലയിലൊക്കെ ഈ സ്റ്റാർ പോലൊരു സാധനം. കൽപ്പാസി യൂസ് ചെയ്യാത്തവർക്ക് ഇത് യൂസ് ചെയ്യാം. പക്ഷെ ഇപ്പൊ എന്റെ കൽപ്പാസി ഉള്ളതുകൊണ്ട് ഞാൻ ഇത് ഇടുന്നില്ല. പിന്നെ അടുത്തത് വേണ്ടത് പെരിഞ്ജീരകം. ഇതെല്ലാം കൂടി വെച്ച് മൂത്ത് കിട്ടുമ്പത്തേന് ഞാൻ ഉള്ളി ഇടാൻ പോവാ. നെക്സ്റ്റ് പ്രോസസ്. ഇച്ചിരി കറിവേപ്പിലയും കിടന്നോട്ടെ. ഇപ്പം ഇത് മൂത്ത് കിട്ടുമ്പം കറിവേപ്പിലയ്ക്ക് ഒരു ഫ്ലേവർ വരും. സോ ഇതെല്ലാം ഇനി വഴറ്റണം ഇതിനകത്ത് കിടന്ന്. സോ ഉള്ളി, പട്ട, ഗ്രാമ്പൂ, ഏലക്ക, കൽപ്പാസി ഇതെല്ലാം കൂടെ
ഇതിനകത്ത് ഇച്ചിരി മൂത്ത് ഒത്തിരി എന്താ പറയണത്, ഉള്ളി നല്ലതായിട്ട് മൂക്കേണ്ട ആവശ്യമില്ല. ഒരു സോർട്ട് ഓഫ് ഒരു പിങ്കിഷ് ടെക്സ്ചർ, ഇതിന്റെ വെള്ളമൊക്കെ ഈർപ്പം എല്ലാം പോയി കഴിയുന്നവരെ നമ്മളിങ്ങനെ സോട്ട് ചെയ്യണം. ആ സമയത്ത് നമുക്ക് ഇതിനകത്തോട്ട് 2 പച്ചമുളകും ഇട്ടേക്കാം. സോ ഈ റോ സ്മെല്ല്, ഈ പച്ചമുളകിന്റെയും എല്ലാം ഒരു റോ സ്മെല്ല് ഇപ്പം നമുക്ക് പോവും. ഒരു ലോ ഫ്ലെയിമിൽ നിന്ന് ഇച്ചിരി ഒരു ഹൈ ഫ്ലെയിമിൽ, ചെറിയൊരു ഹൈ ഫ്ലെയിം, ഫുൾ ഫ്ലെയിം ഇടണ്ട, ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് നമുക്കിത് മൂപ്പിച്ചെടുക്കാം. ഈ പ്ലെയിൻ സൽന നമ്മൾ യൂസ് ചെയ്യുന്നത് ഈ കൊത്തു പൊറോട്ട അറിയാമോ? കൊത്തു പൊറോട്ട നമ്മൾ ഉണ്ടാക്കുമ്പം നമ്മൾ ആ ഈ ഗ്രേവി ഇടാറുണ്ട്. അതുപോലെ നമ്മൾ കൊത്തു ചപ്പാത്തി ഉണ്ടാക്കുമ്പം, പിന്നെ ഇവർ ഈ യൂഷ്വലി ഈ വെജിറ്റേറിയൻസും യൂഷ്വലി യൂസ് ചെയ്യുന്ന ഒരു കറി. ഇതിന്റെ ഒരു ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, നമ്മൾ വെജിറ്റബിൾസോ മുട്ടയോ നോൺ വെജിറ്റേറിയനോ ഒന്നും ഇടാതെ തന്നെ നമുക്കൊരു നല്ലൊരു ടേസ്റ്റിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു കറിയത്. ചപ്പാത്തി, പറാട്ട, നാൺ ഇതിനൊക്കെ കഴിക്കാൻ പറ്റുന്ന വെരി സിമ്പിളുവാ. വീട്ടിലുള്ള എല്ലാ സാധനം ഞാൻ പറഞ്ഞു. കൽപ്പാസി യൂസ് ചെയ്യുന്നത് സൗത്ത് ഇന്ത്യൻ, ഈ എന്താ പറയുക, ചെട്ടിനാട് സ്റ്റൈല്, പിന്നെ ഈ കർണാടക, മാണ്ഡ്യ അങ്ങോട്ടൊക്കെ ഉള്ളവരെ ഈ കൽപ്പാസിയുടെ ഒരു പൂ പോലെ ഒരു സാധനം അത് യൂസ് ചെയ്യാൻ ഇപ്പം നമ്മുടെ കയ്യിലില്ലെങ്കിൽ ഞാൻ പറഞ്ഞത് ഓപ്ഷനാ, നമുക്ക് സ്റ്റാർ യൂസ് ചെയ്യാം. പക്ഷെ കൽപ്പാസിക്ക് വേറെ ഒരു സ്മെല്ലാണ്. പക്ഷെ എനിക്ക് തോന്നുന്നു എല്ലാ കടയിലും ഇപ്പം കിട്ടും. ഇതിപ്പം ഈ കൽപ്പാസി എന്ന് പറഞ്ഞ സാധനം എല്ലാ ഒരു കടയിലും കിട്ടുന്ന സാധനം. അതും പെരിഞ്ജീരകമാണ് ഇതിന്റെ ഈ ഡിഷിന്റെ മെയിൻ എന്താ പറയുക, എടുത്ത് നമ്മൾ കഴിക്കുമ്പോൾ ആ എടുത്ത് ടേസ്റ്റ് നമുക്ക് മുമ്പോട്ട് കാണിക്കുന്നത് പെരിഞ്ജീരകവും കൽപ്പാസിയുടെ ഒരു ടേസ്റ്റാണ്. പിന്നെ നമുക്ക് അടുത്ത ഇതിനകത്ത് ഒരു 2 തൊട്ട് 3 ടൊമാറ്റോ നമുക്ക് യൂസ് ചെയ്യാം. ടൊമാറ്റോ ഞാൻ ഇപ്പം മിക്ക ഇങ്ങനത്തെയൊക്കെ കറികൾക്ക് ഞാനൊരു പ്യൂരി പോലെ ചുമ്മാ മിക്സിയിൽ അടിക്കും. കാരണം എന്താ, ഞാൻ വേഗം വെന്ത് കിട്ടും. അതുകൊണ്ടൊക്കെ ആ റീസൺ കൊണ്ട് ഞാൻ എപ്പോഴും ഞാൻ ടൊമാറ്റോ ചുമ്മാ മിക്സിയിൽ അരിഞ്ഞിട്ടിട്ട് ഞാൻ പേസ്റ്റ് ആക്കി എടുക്കും. അങ്ങനെ തന്നെ ഇപ്പോൾ ഞാൻ എടുത്തിട്ടുണ്ട്. ഇതിനകത്തായാലും ഞാൻ അങ്ങനെ തന്നെ ഇടാനാണ് പ്രിഫർ ചെയ്യുന്നത്. സോ ഇതിനകത്തോട്ട് ഞാനിപ്പം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ഇടുക. അതിൻ്റെ ഒരു റോ സ്മെല്ലും കൂടെ പോട്ടെ. ഇപ്പം നമ്മൾ ഇതിനകത്ത് എണ്ണയ്ക്കകത്തൊക്കെ എന്തൊക്കെ ഇട്ടേന്ന് ഞാൻ ഒരു പ്രാവശ്യം കൂടെ പറയാം. പട്ട 2 പീസ് പട്ട, 4 പീസ് ഗ്രാമ്പൂ, 2 ഏലക്ക, കൽപ്പാസി ഇല്ലെങ്കിൽ നമുക്ക് ആ സ്റ്റാർ യൂസ് ചെയ്യാം, 2 പച്ചമുളക്, ബേ ലീഫ്, പിന്നെ ഇഞ്ചി വെളുത്തുള്ളി, ഉള്ളി, ഇതെല്ലാം കൂടെ ആ ഒരു റോ സ്മെല്ല് പോകുന്ന വരെ നമുക്ക് ഇങ്ങനെ സോട്ട് ചെയ്തുകൊണ്ടിരിക്കാം. സോ ഫ്രണ്ട്സ്, ഇപ്പം ഞാനിത് ഓൾമോസ്റ്റ് മൂത്ത് കിട്ടി. നല്ലതായിട്ട് മൂക്കേണ്ട ആവശ്യമില്ല, ഞാൻ പറഞ്ഞനുസരിച്ച്. ഒരു ലൈറ്റ് ആ സ്മെല്ല്, റോ സ്മെല്ല് എല്ലാം പോയി കഴിയുമ്പത്തേന് ഞാൻ അരച്ചു വെച്ചിട്ടുണ്ട് ടൊമാറ്റോ. അതും കൂടെ ഇതിനകത്തോട്ട് ഞാൻ മിക്സ് ചെയ്യുക. ഞാനിപ്പോൾ ഇതിനകത്ത് എടുത്തേക്കുന്നത് 2.5 ടൊമാറ്റോയാ. പേസ്റ്റ് ആക്കി ഞാൻ പറഞ്ഞ കാരണം ഞാൻ പറഞ്ഞത് ഇത് വേഗം നമുക്ക് കറിയായിട്ട് നമുക്ക് അലിഞ്ഞു കിട്ടും. ഇപ്പം നമ്മൾ ഈ കാണുന്ന ഈ ടൊമാറ്റോ ഓൾമോസ്റ്റ് ഒരു എന്താ പറയേണ്ടത്, ആ റോ സ്മെല്ലൊക്കെ പോയി. ഇനി ഇതിനകത്തോട്ട് നമ്മൾ ഇടേണ്ടത് പറഞ്ഞാൽ പൗഡറുകൾ, നമ്മൾ സ്പൈസസ് ആയിട്ടുള്ള പൗഡറുകൾ, മുളക് പൊടി, മല്ലിപ്പൊടി, പിന്നെ ടെർമറിക് പൗഡർ, ഇച്ചിരി ഗരം മസാല, ഇതെല്ലാം കൂടി ഇട്ടിട്ട് നമുക്ക് ഇത് അടച്ചു വെക്കണം ഇച്ചിരി നേരം. അന്നേരം ഇതെല്ലാം കൂടി ഒരുമിച്ച് പിടിക്കാൻ. സോ ഇപ്പം ഞാൻ ഇടാൻ പോകുന്നത് ആദ്യം ടെർമറിക് പൗഡർ ഒരു 1/4 ടീസ്പൂൺ ആയിട്ടേക്കുന്നത്, അതിട്ടു. മല്ലിപ്പൊടി ഞാൻ 2 ടീസ്പൂൺ ഇടുക. ഇത് നമുക്ക് ഓഫ് ആക്കിയിട്ട് നമുക്ക് ഈ പൊടികളെല്ലാം ഇടുന്ന വെച്ചുകൂടെ ബെറ്റർ. സോ ഞാൻ ഗ്യാസ് സ്റ്റവ് ഓഫ് ആക്കിയിട്ടുണ്ട്. അടുത്ത ഞാൻ ഇടാൻ പോകുന്നത് കാശ്മീരി ചില്ലി പൗഡർ തന്നെയാണ്. ഇതും ഓൾമോസ്റ്റ് 2 ടീസ്പൂൺ തന്നെ ഇടുന്നത്. ഓൾമോസ്റ്റ് ഞാൻ ഇതിനകത്ത് ഒത്തിരി എരി എനിക്ക് ഇഷ്ടമല്ല, ബിക്കോസ് ഇത് ഓൾറെഡി 2 പച്ചമുളക് ഇതിനകത്ത് ഇട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഈ ചെറിയ ടീസ്പൂൺ തന്നെ 2 സ്പൂൺ മുളക് പൊടി, 1 സ്പൂൺ മല്ലിപ്പൊടി,
ക്വാർട്ടർ കാല് ടെർമറിക് പൗഡർ ഇട്ടിട്ടുണ്ട്. ഗരം മസാല ഞാൻ 1/4 സ്പൂൺ എടുക്കുക. ഇതെല്ലാം കൂടെ ഇപ്പം ഗ്യാസ് ഓൺ ആക്കിയിട്ട് നമുക്ക് സിമ്മിൽ ഒത്തിരി ഒരു മീഡിയം ഫ്ലെയിമിൽ, സിമ്മെന്ന് പറയണ്ട, ഒരു മീഡിയം ഫ്ലെയിമിൽ നമുക്ക് മൂപ്പിച്ചെടുക്കാം. ഈ ഉള്ളി, ഈ പച്ചമുളകും വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റും പിന്നെ ഈ മുളക് പൊടി എല്ലാം കൂടെ ഒരുമിച്ച് കിടന്ന് ഇതിനകത്ത് നമുക്ക് സോട്ടാവണം. ഈ സ്മെല്ല് പോയി കഴിഞ്ഞ ഉടനെ ഇച്ചിരി വെള്ളം ഇതിനകത്തോട്ട് ഒഴിക്കണം. അന്നേരം നമുക്ക് അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇച്ചിരി നേരം അടച്ചു വെക്കാം. സോ ഇത് ഓൾമോസ്റ്റ് എല്ലാം കൂടെ കറക്റ്റ് എന്താ പറയേണ്ടത്, നമുക്ക് ഇച്ചിരി വെന്തിട്ട് ഇച്ചിരി വെള്ളം നമുക്ക് ഇതൊരു ആ കൺസിസ്റ്റൻസിയിൽ എടുക്കണം. ഒത്തിരി ലൂസും അല്ല, ഇച്ചിരി കുറുകിയും കിട്ടണം. ഇച്ചിരി വെള്ളം ഇതിനകത്തോട്ട് ആഡ് ചെയ്യുക. ഞാൻ ഇച്ചൂടെ കൺസിസ്റ്റൻസി എനിക്ക് ഇച്ചൂടെ വെള്ളം ഒഴിക്കണം. ഇത് നിങ്ങൾക്ക് ഇത്രയും കൺസിസ്റ്റൻസി മതിയെങ്കിൽ നിങ്ങൾക്ക് ഇത്ര ഇടാം. പക്ഷെ ഇനി ഞാൻ തേങ്ങ അരച്ചു വെച്ചിട്ടുണ്ടല്ലോ, ആ തേങ്ങയും കൂടി ഇടുമ്പത്തേന് ഇച്ചിരി കുറുകി കിട്ടും. സോ ഇച്ചൂടെ വെള്ളം ഒഴിച്ചിട്ട് ഞാൻ ഇച്ചിരി തിളച്ചിട്ട് അടച്ചു വെക്കാം. ഈ സമയത്ത് ആർക്കെങ്കിലും വെജിറ്റബിൾസോ വല്ല ഇടണമെങ്കിൽ പൊട്ടറ്റോ ക്യാരറ്റോ ബീൻസോ ആർക്കെങ്കിലും, ഇത് ഞാനിപ്പം പ്ലെയിൻ ആയിട്ടാണ് ഇന്ന് ഉണ്ടാക്കുന്നത്. ഇനി ആർക്കെങ്കിലും ഇതിനകത്തോട്ട് വെജിറ്റബിൾസ് ആഡ് ചെയ്യണമെങ്കിൽ ഈ സമയത്ത് വെജിറ്റബിൾസ് ആഡ് ചെയ്തിട്ട് ഇച്ചിരി ഉപ്പിട്ടിട്ട് അടച്ചു വെക്കാം. ഇപ്പം ഞാൻ വെജിറ്റബിൾസ് ഇടുന്നില്ല, ഇച്ചിരി ഉപ്പിട്ടിട്ട് ഞാൻ ഇതിനകത്ത് ഇച്ചിരി പഞ്ചസാരയും കൂടെ ആഡ് ചെയ്യും. ഈ ഇങ്ങനത്തെയൊക്കെ കറിക്ക് ഒരു പഞ്ചസാരയുടെ ഒരു ടേസ്റ്റ് നല്ലതാ. അത് ഓപ്ഷണലാണ്, പഞ്ചസാര ഓപ്ഷണലാണ്. ഞാൻ പഞ്ചസാരയും ഉപ്പും ഇപ്പം ആഡ് ചെയ്തു. ഇനി ഇത് അടച്ചു വെക്കാം. നമുക്ക് അടച്ചു വെച്ചിട്ട് ഒരു 5-10 മിനിറ്റ്സ് കഴിഞ്ഞിട്ട് നമുക്ക് അരച്ചു വെച്ചേക്കുന്ന തേങ്ങ, പൊട്ടുകടലയും കപ്പലിൻ്റെയും കൂടെ, പിന്നെ ഒരു പട്ട, ഒരു ഗ്രാമ്പൂ, പിന്നെ പെരിഞ്ചീരകം, ഇതെല്ലാം കൂടെ അരച്ച് വെച്ചേക്കുന്ന ആ മിക്സ്ചർ ഇതിനകത്തോട്ട് ഇടുക. അതും ഓപ്ഷനല്ല. ഞാൻ പറഞ്ഞ പോലെ അത് വേണമെങ്കിൽ അത് വേറൊരു ടേസ്റ്റ് വരും. ഇങ്ങനെ വേണമെങ്കിൽ നമുക്ക് ഒരു കറിയായിട്ട് എടുക്കാം. ഇതിനകത്തോട്ട് വെജിറ്റബിൾസ് ഇട്ടിട്ട് കറിയായിട്ട് യൂസ് ചെയ്യുന്നവരുണ്ട്. പക്ഷെ ആ ഒരു തേങ്ങയുടെ ഫ്ലേവറും അരച്ച തേങ്ങയുടെ ഫ്ലേവറും കൂടെ വരുമ്പോഴത്തേന് വേറെ ടേസ്റ്റാണ്. സോ ആ ഒരു ഫ്ലേവർ ടേസ്റ്റ് വേണമെങ്കിൽ അതും കൂടെ അരച്ച്, പക്ഷെ അതാ ശരിക്കും പ്ലെയിൻ സാലന എല്ലാ റെസ്റ്റോറൻറ്റിലും കിട്ടുന്നത് അവർ ആ തേങ്ങ പേസ്റ്റും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. ഹായ് ഫ്രണ്ട്സ്, ഇതൊരു 5 മിനിറ്റ്സ് ഞാൻ ഇതെല്ലാം കൂടെ തിളപ്പിച്ചു. ഓൾമോസ്റ്റ് എല്ലാം കൂടെ ഇപ്പം നോക്കിയപ്പം കറക്റ്റ് കൺസിസ്റ്റൻസി ആയി, വെള്ളത്തിലെല്ലാം മസാല എല്ലാം കൂടെ പിടിച്ചിട്ടി. ഇത് ഇങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. പക്ഷേ ഞാൻ ഇതിനകത്ത് ഞാൻ പറഞ്ഞ ഒരു പ്ലെയിൻ സാലന യൂസ് ചെയ്യുന്ന പോലെ നമ്മൾ നേരത്തെ അരച്ച് വെച്ച പേസ്റ്റ്, ദാറ്റ് ഇസ് തേങ്ങ, ഒരു പട്ട, ഒരു ഗ്രാമ്പൂ, പിന്നെ പൊട്ടുകടലയും കപ്പലിൻ്റെയും എല്ലാം കൂടെ മിക്സ് ചെയ്ത് പെരിഞ്ചീരകം എല്ലാം കൂടെ ഇട്ട് ഞാൻ പേസ്റ്റ് ആക്കിയത് നമുക്ക് ഇതിനകത്തോട്ട് മിക്സ് ചെയ്യാം. ഇതാ ഒരു കൺസിസ്റ്റൻസി വരണം. ഇതിന് ഇച്ചിരി ഇത് 5 മിനിറ്റ് ഇതിനെയും ഈ തേങ്ങയും ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് ഒരു 5 മിനിറ്റ് മാക്സിമം, അതിന് കൂടുതൽ വേണം. ഈ സമയത്ത് നമുക്ക് നോക്കാൻ കറക്റ്റ് ഉപ്പുണ്ടോ. ഇത് കറക്റ്റ് ഒരു ലെവലായിപ്പം. ഞാൻ ഇതെല്ലാം മീഡിയം ഫ്ലെയിമിലാണ് ഇട്ടേക്കുന്നത്. കറക്റ്റ് കൺസിസ്റ്റൻസി. ഈ സമയത്ത് നമുക്ക് ഇച്ചിരി കരിയാപ്പിലയും ഇച്ചിരി മല്ലിയിലയും ഇടാം. പ്ലെയിൻ സൽന ഇപ്പം റെഡിയായി. ഈ സൽന നമുക്കിപ്പം 2-3 ഓപ്ഷനായിട്ട് നമുക്ക് കഴിക്കാം. പൊറോട്ട ഉണ്ടാക്കി കഴിക്കാം, ചപ്പാത്തി കഴിക്കാം, കൊത്തു പൊറോട്ടയ്ക്ക് നമുക്ക് ഇത് ആഡ് ചെയ്യാം.
ഇത് പ്ലെയിൻ ആ, ഇതിനകത്ത് വേറെ ഒരു വെജിറ്റബിൾസോ ഒന്നുമില്ല. ഇതിനകത്ത് വെജിറ്റബിൾസ് ആഡ് ചെയ്ത് കഴിക്കുന്നവർക്കും നല്ലൊരു ഓപ്ഷനാണ് ഇത്. സോ എവ്രി വൺ വാച്ച് ദ വീഡിയോ, സബ്സ്ക്രൈബ് ആൻഡ് ഡു ലൈക്ക് ആൻഡ് ഷെയർ ഇറ്റ്. താങ്ക് യു.